നമസ്കാരം. മലയാളി വാർത്തകളിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ആര്യനാട് പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടറുടെ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ അറസ്റ്റിലായ സോഷ്യൽ മീഡിയ താരം യദുവിന്റെ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. അറസ്റ്റിലാകുന്നതിന് തൊട്ട് മുൻപ് പോലീസ് ഉദ്യോഗസ്ഥരെ അതിക്രൂരമായി കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന യദുവിന്റെ സെൽഫി വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. മലയാള സിനിമയിലെ കുപ്രസിദ്ധ വില്ലൻ കഥാപാത്രമായ ചോട്ടാ മുംബൈയിലെ നടേശന്റെ ശൈലിയിലാണ് യദു പോലീസിനെതിരെ കൊലവിളി നടത്തുന്നത്. കൊല്ലുമെന്ന് പറഞ്ഞാൽ ഈ നടേശൻ കൊന്നിരിക്കുമെന്ന രീതിയിലാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. എന്നെ ഭ്രാന്തൻ എന്ന് വിളിച്ച ആര്യനാട് സ്റ്റേഷനിലെ ഓരോ പോലീസുകാരെയും ഞാൻ കൊല്ലും. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ നീയൊക്കെ രക്ഷപ്പെട്ടോ, എല്ലാത്തിനെയും ഇന്ന് കാണിച്ചു തരാമെന്നാണ് യദു പോലീസിനെതിരെ കൊലവിളി നടത്തിയത്. സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് ആരാധകരുള്ള യദു എന്നറിയപ്പെടുന്ന ഈ യൂട്യൂബർ ഇനി അഴിയെണ്ണും. കഴിഞ്ഞ ദിവസമാണ് ആര്യനാട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നാടകീയമായ അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത്. യദുവിന്റെ ഭീഷണിപ്പെടുത്തുന്ന വാക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ഓഡിയോ കേൾക്കാം. എന്നെ ഭ്രാന്തൻ എന്ന് വിളിച്ച ഓരോ പോലീസുകാരെയും ജീവനി കൊതിയുണ്ടെങ്കിൽ നീയൊക്കെ രക്ഷപ്പെട്ടോ, ആര്യനാട് സ്റ്റേഷനിലെ ഓരോ പോലീസുകാരെയും കൊല്ലും. എന്നെ അടിച്ചവന്മാരെയും എൻ്റെ അമ്മ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പോകാൻ സമ്മതിക്കാത്തവന്മാരെയും ഞാൻ ആത്മഹത്യ ചെയ്യും. അതിനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ആര്യനാട് സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥനും ബ്രാഞ്ച് കൂടിയ വേണു സാർ ഉൾപ്പെടെ ഉള്ളവന്മാർക്കും കണ്ടോളാം. ഇന്ന് കാണാം. ഇത്രയും കാര്യങ്ങൾ കാണിച്ച സാർമാർ ഇതിനകത്തിരിക്കണവും ഉൾപ്പെടെ എന്നെ തേക്കാണെന്ന് ഇത് കാണിച്ചപ്പോൾ പേടി അടുത്ത് വരെ അത്രയ്ക്ക് അരിക്ക് ഉറപ്പില്ലാത്തവന്മാരോടുള്ള എന്നെ അടിച്ചില്ല, വെട്ടിയല്ലേ എന്നെ. മറ്റേ ഇതിനകത്ത് ഇത് കയറ്റമെന്ന് പറഞ്ഞല്ലോ, വാ ഞാൻ കയറ്റിത്തരാം, വരാൻ പറ, ഓരോരുത്തന്മാരെ വരാൻ പറ. 50,000 രൂപ വെച്ച് തന്നില്ലെങ്കിൽ ഇവിടുത്തെ പോലീസും ഇല്ല, സ്റ്റേഷൻ തിരിച്ചു വയ്ക്കും. നീല കളർ മതി സ്റ്റേഷന്, വാടാ. എന്നെ ഭ്രാന്തൻ എന്ന് വിളിച്ച ഓരോ പോലീസുകാരെയും ജീവനി കൊതിയുണ്ടെങ്കിൽ നീയൊക്കെ രക്ഷപ്പെട്ടോ, ആര്യനാട് സ്റ്റേഷനിലെ ഓരോ പോലീസുകാരെയും കൊല്ലും. എന്നെ അടിച്ചവന്മാരെയും എൻ്റെ അമ്മ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പോകാൻ സമ്മതിക്കാത്തവന്മാരെയും ഞാൻ ആത്മഹത്യ ചെയ്യും. അതിനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ആര്യനാട് സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥനും ബ്രാഞ്ച് കൂടിയ വേണു സാർ ഉൾപ്പെടെ ഉള്ളവന്മാർക്കും കണ്ടോളാം. ഇന്ന് കാണാം. ഇത്രയും കാര്യങ്ങൾ കാണിച്ച സാർമാർ ഇതിനകത്തിരിക്കണവും ഉൾപ്പെടെ എന്നെ തേക്കാണെന്ന് ഇത് കാണിച്ചപ്പോൾ പേടി അടുത്ത് വരെ അത്രയ്ക്ക് അരിക്ക് ഉറപ്പില്ലാത്തവന്മാരോടുള്ള എന്നെ അടിച്ചില്ല, വെട്ടിയല്ലേ എന്നെ. മറ്റേ ഇതിനകത്ത് ഇത് കയറ്റമെന്ന് പറഞ്ഞല്ലോ, വാ ഞാൻ കയറ്റിത്തരാം, വരാൻ പറ, ഓരോരുത്തന്മാരെ വരാൻ പറ. 50,000 രൂപ വെച്ച് തന്നില്ലെങ്കിൽ ഇവിടുത്തെ പോലീസും ഇല്ല, സ്റ്റേഷൻ തിരിച്ചു വയ്ക്കും. നീല കളർ മതി സ്റ്റേഷന്. യദുവിനെതിരെ കൊലപാതക ശ്രമത്തിന് കേസെടുത്ത് ഇപ്പോൾ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള ഫാൻ ബേസ് ഒക്കെ ഉണ്ട് യദുവിന്. കാലിക പ്രസക്തിയും വീടുകളിലെ ചില നർമ്മം നിറഞ്ഞ ചില മുഹൂർത്തങ്ങളും ഒക്കെയാണ് യദു എപ്പോഴും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ടായിരുന്നത്. അഭിനയിച്ച് തന്നെയാണ് പങ്കുവയ്ക്കാറുണ്ടായിരുന്നത്. യദുവിന്റെ അമ്മയും സോഷ്യൽ മീഡിയയിലുണ്ട്. എന്തായാലും യദുവിന് കഞ്ചാവ് ഉപയോഗമുണ്ട് എന്നടക്കമുള്ള കമന്റുകളൊക്കെ തന്നെ നിരവധി വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് കഷ്ടകാലമാണല്ലോ എന്ന് പറയുന്നവരും ധാരാളമാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ യദു പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് യദുവിനെ. ആര്യനാട് കുള്ളപ്പട സ്വദേശി യദു കൃഷ്ണനാണ് പോലീസിന്റെ അറസ്റ്റിലായത്. 22 വയസ്സ് മാത്രമാണ് യദുവിനുള്ളത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് സംഭവം. മദ്യക്കുപ്പിയുമായി ആര്യനാട് പോലീസ് സ്റ്റേഷനിലെത്തിയ പ്രതി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരോട് അസഭ്യം പറയുകയും കൈവശമുണ്ടായിരുന്ന മദ്യക്കുപ്പി സ്റ്റേഷനുള്ളിൽ അടിച്ചു പൊട്ടിക്കുകയും ചെയ്തു. വിവരമറിഞ്ഞ് CI സ്ഥലത്തെത്തിയതോടുകൂടി ഇയാൾ ഓടി സമീപത്തെ ആശുപത്രിയിലേക്ക് കയറി. പിന്നാലെ ആശുപത്രിയിലെത്തിയ CIയെ അവിടെ ഉണ്ടായിരുന്ന ഇരുമ്പ് കസേരയെടുത്ത് തലയ്ക്കടിക്കുകയായിരുന്നു. ആക്രമണത്തിൽ CIക്ക് പരിക്ക് ഏറ്റിട്ടുണ്ട്. ഉടൻ കാട്ടകട ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. CIയുടെ തലയ്ക്ക് 6ഓളം തുന്നലുണ്ട്. നിലവിൽ ചികിത്സയ്ക്ക് ശേഷം വിശ്രമത്തിലാണ്. സംഭവത്തിന് പിന്നാലെ പോലീസ് പ്രതിയെ കീഴടക്കി കസ്റ്റഡിയിലെടുത്തു. ഇയാൾക്കെതിരെ വിവിധ വകുപ്പുകൾ ചുമത്തി കേസെടുത്ത് തുടർ നടപടികൾ ആരംഭിച്ചതായി പോലീസ് അറിയിച്ചിട്ടുണ്ട്.